വിൻസെന്റ്, അത് ഈ ഒരു ത്രികക്ഷി സഖ്യത്തിന്, ആ കൂട്ടായ്മയ്ക്ക്, അതിന് മുന്നോട്ട് പോകാൻ ചൈനയും റഷ്യയും പലപ്പോഴും ആഗ്രഹിച്ചപ്പോഴും അതിനൊരു ഈ അമേരിക്കയുമായുള്ള ഈ ഒരു സഖ്യ സമാനമായ അല്ലെങ്കിൽ ഒരു സഖ്യ രാജ്യമായി തന്നെ മാറിത്തീർന്ന ഇന്ത്യ അതിനോട് വിമുഖത കാട്ടി മാറി നിൽക്കുകയായിരുന്നില്ലേ? അങ്ങനെ ഉണ്ടായിരുന്നൊരു പൂർവ്വകാലം കൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഞാൻ പറഞ്ഞ അമേരിക്കൻ പക്ഷത്തേക്കുള്ള ചായ്വ് തുടങ്ങുന്നത് 2001 ശേഷമാണ്. ഇപ്പോൾ 2008 അന്ന് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റാണ് അധികാരത്തിലിരിക്കുന്നത്. അന്ന് 1-2-3 അഗ്രിമെന്റിൽ ഒപ്പിടുന്നു. അങ്ങനെ അമേരിക്കയുടെ UPA ഗവൺമെന്റിനുള്ള പിന്തുണ CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം പിൻവലിച്ച് പുറത്തേക്ക് പോകുന്നു. ആ സാഹചര്യത്തിൽ അന്ന് റഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന മെദ്വദേവ്, അന്ന് പുതിൻ റഷ്യയുടെ പ്രധാനമന്ത്രിയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 2 പുതിയ സുഹൃത്തുക്കളെക്കാൾ നിങ്ങൾക്ക് പഴയ ഒരു നല്ല സുഹൃത്തിനെ വിശ്വസിക്കാം എന്ന് പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഈ റഷ്യയുടെ ഏത് സന്ദർഭത്തിലും ഇന്ത്യക്ക് വിശ്വസിക്കാവുന്ന ഒരു സൗഹൃദമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുണ്ടായിരുന്നത്. ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിലുണ്ടായിരുന്നു. പിന്നെയാണല്ലോ റഷ്യ വരുന്നത്. സോവിയറ്റ് യൂണിയൻ ഇന്ത്യ സൗഹൃദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയന്റെ പിന്തുണയിലാണ് ഇന്ത്യ അതിജീവിച്ചത്. 1971 ഇന്ത്യക്കെതിരെ സൈന്യത്തെ അയച്ച രാജ്യമാണ് അമേരിക്ക. മാത്രമല്ല, പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ ഉണ്ടായിട്ടുള്ള 4 യുദ്ധങ്ങളും പാകിസ്ഥാൻ അമേരിക്ക കൂട്ടുകെട്ടിനെതിരെ ഇന്ത്യ നടത്തിയ യുദ്ധമാണ്. കാരണം ആ യുദ്ധത്തിന്റെ എല്ലാം പിന്നിലല്ല, മുൻനിരയിൽ തന്നെ അമേരിക്കയുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം ഇന്ത്യക്ക് പിന്നിൽ അടിയുറച്ചു നിന്ന ഏക രാജ്യം റഷ്യയാണ്. അന്ന് അത്തരമൊരു പ്രസ്താവന റഷ്യയുടെ ഭാഗത്തു നിന്ന് വരാൻ കാരണം, അമേരിക്കയുടെ പക്ഷത്തേക്ക് ഇന്ത്യ പോകുന്നു, സൈനിക സഹകരണം പോലും റഷ്യയെ പിൻനിരയിൽ നിർത്തുന്നു എന്ന ഒരു ഫീലിംഗ് അന്ന് ഉണ്ടായതുകൊണ്ടാണ്. എന്നാൽ പിന്നീട് ഇന്ത്യ അത് ഒരു പരിധിവരെ കറക്റ്റ് ചെയ്തു. ഇതുപോലെ തന്നെ ചൈനയുമായിട്ട് ഇന്ത്യക്ക് പല വിധത്തിലുള്ള സംഘർഷങ്ങളുണ്ട്. 1962 യുദ്ധത്തിന്റെ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. പക്ഷേ ചരിത്രത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ലല്ലോ. രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായി ചൈന മാറി. ചൈനയും ഇന്ത്യയും തമ്മിൽ അതിർത്തി തർക്കങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇന്ത്യയും ചൈനയും തമ്മിൽ പല സ്ഥലത്തും അന്താരാഷ്ട്ര അതിർത്തികളില്ല. LAC ആണ്, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ആണ്. അതും അന്താരാഷ്ട്ര അതിർത്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ചർച്ചകളിലൂടെ തീർക്കേണ്ടുന്ന ഒത്തിരി അതിർത്തി പ്രശ്നങ്ങൾ ഇന്ത്യയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രമേ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ആ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ചൈനയുമായി പരമാവധി സഹകരിക്കുക എന്നത് അനിവാര്യമായിരുന്നു. എന്നാൽ ആ രൂപത്തിൽ വിയോജിക്കാവുന്ന മേഖലയിൽ, പ്രത്യേകിച്ച് അതിർത്തി തർക്കങ്ങളുടെ കാര്യത്തിലും ചൈനയുടെ ഒരു സാമ്പത്തിക ശക്തി ഉപയോഗിച്ച് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്ന വികാരമൊക്കെ ഇവിടെയുണ്ട്. അത്തരം ഘട്ടങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ സഹകരണത്തിന് അനന്ത സാധ്യതകൾ ഉണ്ടായിരുന്നു. അത് ഉപയോഗപ്പെടുത്തിയില്ല എന്നത് വാസ്തവമാണ്. അതാണ് താങ്കൾ സൂചിപ്പിച്ചത്. ആ കാര്യം 100% ശരിയാണ്. അവിടെ പക്ഷേ ചൈനയെ സഹകരണം മാറ്റിവെച്ചുകൊണ്ട് അതിനെ ബാലൻസ് ചെയ്യാൻ, അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ അമേരിക്കൻ സഖ്യത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതായിരുന്നു ഇന്ത്യൻ ഭരണ നേതൃത്വത്തിന്റെ ഒരു താല്പര്യം. അത് ഡൊണാൾഡ് ട്രംപും അതുപോലെ മോഡിയും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം പോലും, അവിടെ ഹൗഡി മോഡി, ഇവിടെ സലാം, ഇതെല്ലാം വരുന്ന സമയത്ത് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ചൈനയും അല്ലെങ്കിൽ റഷ്യയോ അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്തിന്റെ തന്നെ താല്പര്യങ്ങൾ അവിടെ കപ്പുറത്തേക്ക് ഇന്ത്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ അമേരിക്ക സഖ്യത്തിന് സഹകരണത്തിന് കഴിയും എന്നുള്ള ഒരു അതിര് കടന്ന ആത്മവിശ്വാസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ ശരിയായില്ല എന്നിപ്പോൾ നമ്മൾ തിരിച്ചറിയുകയും അത് കറക്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ ഈ ചരിത്രത്തിൽ മാത്രമായി ജീവിക്കുന്നില്ല, അത് കറക്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഒരു അവസരമാണ്. അതിനോട് പോസിറ്റീവായി പ്രതികരിക്കുന്നുണ്ട്. അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതും രാജ്യത്തെ സംബന്ധിച്ചും രാജ്യത്തെ ഭരണകൂടത്തെ സംബന്ധിച്ചും നമ്മുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ടൊക്കെ ഇനി മുന്നോട്ട് പോകുന്തോറും കൂടുതൽ വിലയിരുത്തലുകൾ വേണ്ടതുകൂടിയാണ്.